വേരിയബിൾസ് എന്താ വാല്യൂസ് എന്താന്ന് നോക്കാൻ പോവാണ്. ഓക്കെ, സോ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂന് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് വേരിയബിൾസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ 5 എന്ന് പറഞ്ഞ ഒരു വാല്യൂന് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, എങ്ങനെ ഒരു സ്ഥലമാവുന്നല്ലേ. അപ്പോ കമ്പ്യൂട്ടറിന്റെ ബാക്ക്ഗ്രൗണ്ടില് നിറയെ സ്പേസസ് ഉണ്ടാവും, അതായത് നിറയെ ലൊക്കേഷൻസ് ഉണ്ടാവും. ഇതിലത്തെ ഒരു ലൊക്കേഷൻ നമ്മൾ എടുത്തിട്ട് അതിനൊരു പേര് കൊടുക്കണം. ഇവിടെ ഞാൻ എന്ന് കൊടുത്തു, നമുക്ക് എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അതിനുള്ളില് ആ സ്ഥലത്തിനുള്ളില് ഞാൻ 5 എന്ന് പറഞ്ഞ ഒരു വാല്യൂന് സ്റ്റോർ ചെയ്ത് വെക്കാണ്. അപ്പൊ 5 ഉള്ളത് വാല്യൂ, എന്ന് പറയുന്നത് വേരിയബിൾ. ഓക്കെ, ഈ ഇന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതന്നെ ഇവിടെ ഡെഫിനേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേരിയബിൾ ഇസ് നെയിംഡ് മെമ്മറി ലൊക്കേഷൻ യൂസ്ഡ് ടു സ്റ്റോർ എ വാല്യൂ. വേരിയബിൾ എന്ന് പറയുന്നത് ഒരു പേരുള്ള ഒരു ലൊക്കേഷൻ ആണ്, അത് ഒരു വാല്യൂനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അതിന് ക്രിസ് ക്രോസ് ആയിട്ട് വാല്യൂസ് എന്ന് വരും. വാല്യൂസ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ആണ്, അത് വന്നിട്ട് വേരിയബിളിലുള്ള സ്റ്റോർ ആയിട്ടുണ്ടാവും. വാല്യൂ ഇസ് ആക്ച്വൽ ഡേറ്റ സ്റ്റോർഡ് ഇൻസൈഡ് എ വേരിയബിൾ. ഞാൻ ഇതൊരു എക്സാമ്പിൾ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു പാത്രം എടുക്കാണ്. ആ പാത്രത്തിനുള്ളില് ഞാൻ ഒരു പെൻസിൽ ഇടാണ്. ഓക്കെ, ഇവിടെ പാത്രം ഉള്ളത് വേരിയബിൾ, ഞാൻ ഇടുന്ന പെൻസിൽ വാല്യൂ. ഓക്കെ, ഇപ്പൊ ഞങ്ങള് പ്രോഗ്രാം കൂടെ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം അല്ലെ. അതിന് ഇതൊക്കെ ഞാൻ അടിക്കാം. ഇപ്പോ ഞാൻ ഇന്റ് എന്ന് പറഞ്ഞിടാം. ഈ ഇന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞുതരാം അടുത്ത വീഡിയോയില്. ഇപ്പൊ ഞാൻ മാർക്സ് ഇടാം. ഓക്കെ, മാർക്ക് ഇടാം. മാർക്ക് ഇസ് ഈക്വൽ ടു എത്ര മാർക്ക് ഇടാം, ഒരു 55. ഇപ്പോ ഈ സ്ഥലത്ത് ഞാൻ ഈ മാർക്കിനെ പ്രിന്റ് ചെയ്യണം. ഈ 55 ഉള്ള വാല്യൂനെ പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ 55 എന്നിട്ട് പ്രിന്റ് ചെയ്യാൻ പാടില്ല. ഞാൻ ഈ 55 എവിടെയാ സ്റ്റോർ ചെയ്തിരുന്ന, ഈ മാർക്ക് എന്നുള്ള സ്ഥലത്ത് സ്റ്റോർ ചെയ്തിരുന്ന. അതുകൊണ്ട് മാർക്ക് എന്ന് പറഞ്ഞാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാത്തിനും സ്റ്റേറ്റ്മെന്റ് ടെർമിനേറ്റർ ഇടണം. ഇപ്പൊ ഞാൻ അതിന് റൺ ചെയ്യാൻ പോവാണ്. ജാവാ സി ഇപ്പൊ എനിക്ക് 55 എന്ന് പറഞ്ഞിട്ട് എന്റെ ഔട്ട്പുട്ട് പ്രിന്റ് ആയി. ഓക്കെ,